ഇതാ ലൈവാണ്. ഒരു വെച്ചാൽ ഫുൾ വെള്ളത്തിൽ മുങ്ങിയിട്ട് ഇരിക്കുകയാണ് ലൈവ്. പോസ്റ്റ് 4 അവിടെ മുറിഞ്ഞ് ഇവിടെ തഞ്ഞി. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. ഇന്നലെ പല ജില്ലകളിലും അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഓറഞ്ച്, യെല്ലോ അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലൊക്കെ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല പല ജില്ലകളിലും രാത്രി ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ അതിതീവ്രമായിട്ട് മഴ പെയ്തു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും വീഡിയോ ദൃശ്യങ്ങളുമാണ് നിങ്ങൾക്ക് കാണുന്നത്. ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു കണ്ണൂർ ജില്ലയിൽ അതിതീവ്രമായിട്ടുള്ള മഴയിലും കാറ്റിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നത്. ഈ അരീക്കോട് മേഖലയിൽ ശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ടായി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നുണ്ട്. മരങ്ങളും അതുപോലെ തന്നെ വലിയ രീതിയിൽ തന്നെ പനകൾ ഉൾപ്പെടെ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും, കണ്ണൂർ ഉരുവച്ചാലിൽ കനത്ത മഴയിൽ ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. ചെറിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യുകയും അതിനുശേഷം ഒരു പ്രദേശം തന്നെ വെള്ളത്തിലായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അരീക്കോട് മേഖലയിലടിച്ച അതിശക്തമായിട്ടുള്ള കാറ്റിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. കേരളത്തിലെ പലയിടങ്ങളിലും ഇന്നും ശക്തമായിട്ടുള്ള മഴയുണ്ടാകും. അടുത്ത 5 ദിവസം കൂടി അതിതീവ്രമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് മുൻപ് തന്നെ നൽകിയിരുന്നതാണ്. ഉരുൾപൊട്ടൽ സാധ്യതയും മണ്ണിടിച്ചിൽ സാധ്യതയും ഒക്കെ മുൻപ് തന്നെ പറഞ്ഞിരുന്നു. കരുവാരക്കുണ്ട് മേഖലയിലടക്കം വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ജനങ്ങളെ അവിടെ മാറുന്ന രീതിയിലേക്കൊക്കെ സാഹചര്യം എത്തുകയും ചെയ്തു. മുൻപ് ഉരുൾപൊട്ടിയ വയനാട് ചൂരൽമലയിൽ വീണ്ടും വലിയ രീതിയിലുള്ള വെള്ളപ്പാച്ചിലുണ്ടായി. ഇതേ തുടർന്ന് അവിടെ നിർമ്മിച്ച താൽക്കാലിക പാലം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയും എത്തി. ഇതുതന്നെയായാലും വരുന്ന മണിക്കൂറുകളിൽ കേരളത്തിൽ ആകമാനം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യും എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് മലയോര മേഖല അതുപോലെ തന്നെ നദികളുടെ കരയിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കണം. കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രളയസമാനമായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ പ്രളയസമാനമായിട്ടുള്ള മഴയാണ് കേരളത്തിൽ പെയ്യുന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ അപകടം നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കേരളത്തിലെ മഴയുടെ ആ ശക്തിയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും എല്ലാം തന്നെ. ഇതിനായാലും ജാഗ്രത പാലിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിൽ രാത്രി സമയത്ത് അതിശക്തമായ രീതിയിലുള്ള മഴയാണ് പെയ്തത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇനി അങ്ങോട്ടുള്ള അടുത്ത 5 ദിവസം കൂടിയായിരിക്കും മഴ കൂടുതൽ കനക്കുക. അതുകൊണ്ട് തന്നെ ഡാമുകളൊക്കെ തന്നെ തുറക്കാനുള്ള സാധ്യതയുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നല്ല രീതിയിൽ ഉയരുന്നുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിയിപ്പായിട്ട്